പ്രവീണും മസ്താനിയും വന്ന സമയത്ത് നിന്നോട് എന്തോ ഒരു കാര്യം പറഞ്ഞു തന്നപ്പോൾ നീ ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാനും നീയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അക്ബർ ഞങ്ങളെല്ലാവരും ഇരുന്ന സമയത്ത് ഇവൻ വന്ന് പറഞ്ഞ ഒരു ചെറിയ വാക്ക്, എനിക്ക് അത്യാവശ്യം പുറത്ത് ഫെയിമൊക്കെ ഉള്ളതാണ്, എന്നെ ചുറ്റിപ്പറ്റി അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നടക്കുന്നതെന്ന് ഇവൻ പറഞ്ഞ ആ ഒരു ചെറിയ വാക്ക്, ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്താണ് ഇവൻ വന്ന് പറയുന്നത്. അന്ന് അവൻ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അവൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത്. ഇതാണ് അവനിപ്പോൾ പറയുന്നത്. ഞാനിത് കുത്തി പറഞ്ഞെന്നാണ് പറയുന്നത്. ഞാനെന്തിനാണ് ഇത് പറയേണ്ടുന്നത്? അഭിലാഷ് ചോദിക്കുകയാണ് നിവിനോട്. അന്ന് ഇവനോട് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം ഇവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് മസ്താനിയും പ്രവീണുമാണ്. അവർ പോയതിന് ശേഷമാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അല്ലാതെ നിൻ്റെ കണക്ക് മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല ഞാനിങ്ങനെ വല്ല കാര്യവും മനസ്സിലിട്ട് നീട്ടി കൊണ്ട് കിടക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ ഇപ്പം ഇത് പറയാനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അപ്പോൾ ഇത് പറഞ്ഞു. ആഴിയേക്ക് 400 വട്ടം ഇത് മനസ്സ് വെച്ചുകൊണ്ട് നടന്നിട്ട് ഇത് കുത്തിപ്പൊക്കി ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതൊന്നുമല്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അപ്പോൾ ഇത് ഓർമ്മ വന്നു, അന്നേരം ഞാനിത് പറഞ്ഞു. ഞാൻ വിഷം കുത്തി വെക്കുകയും ഒന്നും ചെയ്യുകയൊന്നും അല്ല. പിന്നെ നിനക്ക് എന്നെപ്പറ്റി ഇത്രയും ദിവസമാണെങ്കിൽ ഇങ്ങനൊരു വിചാരമാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ അങ്ങ് വിചാരിച്ചിരുന്നു. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. നിനക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം. ഉള്ളത് മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞാൽ പറയും. വൈൽഡ് കാർഡ് കുറേ പൊട്ട ഗെയിം കളിച്ചു. അവർ ഈ സ്ക്രീൻ സ്പേസ് എടുത്തിട്ട് അവർ കുറച്ച് പൊട്ട ഗെയിമാണ് ഇവിടെ കളിച്ചിട്ട് പോയെന്ന് ആര്യം പറയുന്നുണ്ട്. നെവിനും അഭിലാഷും കൂടി ചെറിയ ഉടക്കുണ്ടായി. നെവിൻ പറയുകയാണ്, നിങ്ങൾ വെറും വിഷമാണ്, നിങ്ങൾ എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ആദ്യം ചോദിച്ചപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ് അഭിലാഷ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. ജിസേലും ആര്യനും ഒന്നിലും കൂടി ഇരിപ്പുണ്ട്.